ലോകം ശ്വാസമടക്കി പിടിച്ചു നിന്ന 48 മണിക്കൂർ ഒടുവിൽ അവസാനിച്ചിരിക്കുന്നു. ലോക മഹാശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ മുനയൊടിയുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പശ്ചിമേഷ്യ സാക്ഷ്യം വഹിച്ചത്. ഇറാന്റെ ഊർജ നിലയങ്ങൾ തകർക്കുമെന്നും പേർഷ്യൻ കടലിടുക്കിലെ ഉപരോധം നീക്കിയില്ലെങ്കിൽ ഇറാനെ ഭൂപടത്തിൽ നിന്ന് മായ്ക്കുമെന്നും ആക്രോശിച്ച ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ 5 ദിവസത്തെ സാവകാശം പ്രഖ്യാപിച്ച് പിന്നോട്ട് പോയിരിക്കുകയാണ്. ഇത് വെറും ഒരു സാവകാശം നൽകലല്ല, മറിച്ച് ഇറാന്റെ കരുത്തിന് മുന്നിൽ അമേരിക്ക സമ്മതിച്ച പരോക്ഷമായ തോൽവിയാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാന്റെ ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിച്ച ട്രംപിന് ഒടുവിൽ മനസ്സിലായിട്ടുണ്ടാകും, ഇത് പഴയ ഇറാൻ അല്ല. തങ്ങളുടെ പരമോന്നത നേതാവിനെ വധിച്ചതിന് പകരമായി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ വർഷിച്ച ഇറാന്റെ വീര്യം വെറും വാക്കല്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളാണിത്. അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെയും ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ വെറും ഒരു തുടക്കം മാത്രമായിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അദൃശ്യ യുദ്ധം അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തിയിരിക്കുന്നു. റഡാറുകൾക്ക് പോലും പിടികൊടുക്കാത്ത മിഡ്ജറ്റ് അന്തർവാഹിനികൾ കടലിന്റെ ആഴങ്ങളിൽ പതിയിരിക്കുന്നത് അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത്. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ തങ്ങളുടെ കോടികൾ വിലമതിക്കുന്ന വിമാനവാഹിനി കപ്പലുകൾ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുമെന്ന് പെന്റഗണിന് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ടോർപിഡോകളും മിസൈലുകളും അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷങ്ങളിൽ നിന്ന് വ്യക്തമായി. ഈ സാഹചര്യത്തിലാണ് ട്രംപ് തന്റെ മുൻ നിലപാടുകളിൽ നിന്ന് മലക്കം മറിഞ്ഞത്. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഉന്നത ഇറാൻ നേതൃത്വവുമായി സംസാരിച്ചിരുന്നുവെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഇറാൻ ട്രംപിന്റേത് വെറും തന്ത്രം മാത്രമാണെന്ന് തുറന്നടിച്ചു. അമേരിക്കയുമായി യാതൊരു ചർച്ചയ്ക്കും തങ്ങളില്ലെന്നും തങ്ങൾ തുടങ്ങിയ യുദ്ധമല്ല ഇതെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. തോൽവി സമ്മതിക്കാൻ മടിയുള്ളതുകൊണ്ടാണ് ട്രംപ് സമാധാനത്തിന്റെ മുഖംമൂടി അണിയുന്നതെന്നാണ് ഇറാന്റെ പക്ഷം. യുദ്ധം മുറുകിയാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്നും അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും ട്രംപ് ഭയപ്പെടുന്നു. നിലവിൽ തന്നെ ഇന്ധന വിലയിലുണ്ടായ വർധനവ് ലോക രാജ്യങ്ങളെ അമേരിക്കക്കെതിരെ തിരിക്കാൻ കാരണമായിട്ടുണ്ട്. ഈ സമ്മർദ്ദത്തിന് മുന്നിൽ ട്രംപിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ മഴ ഇസ്രായേലിലെ ഭരണകൂട കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. അത്യാധുനിക പ്രതിരോധ കവചങ്ങളെ ഭേദിച്ച് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത് അമേരിക്കൻ സൈനിക തന്ത്രങ്ങൾ പരാജയപ്പെട്ടതിന്റെ തെളിവാണ്. തന്റെ 48 മണിക്കൂർ അന്ത്യശാസനം ഇറാൻ പുച്ഛിച്ച് തള്ളിയതോടെ ട്രംപിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേറ്റു. ഇറാന്റെ സൈനിക കരുത്തിനെയും അവരുടെ പോരാട്ട വീര്യത്തെയും കുറച്ചു കണ്ട അമേരിക്കയ്ക്ക് ലഭിച്ച ശക്തമായ പ്രഹരമാണിത്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നതും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനു നൽകുന്ന പരോക്ഷ പിന്തുണയും അമേരിക്കയെ പ്രതിരോധത്തിലാക്കി. തങ്ങൾക്കെതിരെ നീങ്ങിയാൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സാമ്പത്തിക അടിത്തറ തകർക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് വെറും ഭീഷണിയല്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. 5 ദിവസത്തെ ഈ ഇടവേള ട്രംപ് ഉപയോഗിക്കുന്നത് കൂടുതൽ സൈനിക നീക്കങ്ങൾക്കല്ല, മറിച്ച് അന്തസ്സോടെ എങ്ങനെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം എന്ന് ചിന്തിക്കാനാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇറാന്റെ ഓരോ മിസൈലും അമേരിക്കയുടെ അഹങ്കാരത്തിനേറ്റ മുറിവാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തീർത്ത അദൃശ്യമായ പ്രതിരോധ കോട്ട ഭേദിക്കാൻ അമേരിക്കയ്ക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ലോകത്തെ ഏത് രാജ്യത്തെയും വിറപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ട്രംപിന് ഇറാൻ നൽകിയ ഈ മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. സമാധാനത്തിന്റെ പേരിൽ നടത്തുന്ന ഈ സാവകാശം അമേരിക്കയുടെ പതനത്തിന്റെ തുടക്കമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും. എന്നാൽ ഒന്നുറപ്പാണ്, ഇറാന്റെ പോരാട്ടത്തിന് മുന്നിൽ അമേരിക്കൻ കരുത്ത് പതറുന്ന കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.